അപ്പൊ കേരളത്തില് BJP-യുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ദേവൻ, സിനിമ നടൻ ദേവൻ, പുള്ളിക്കാരൻ BJP-യുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഒപ്പം തന്നെ BJP വിട്ടു എന്ന് പറഞ്ഞിട്ട് വാർത്തകളിൽ ന്യൂസ് കണ്ടോണ്ടിരിക്കില്ല എല്ലാവരും. അപ്പൊ ആദ്യം തന്നെ ഈ വാർത്തകളൊന്നും കണ്ടോക്കിയേ. ശുദ്ധ തന്തയില്ലാത്തവൻ, ആ വാക്ക് തന്നെ നിങ്ങൾ കൊടുക്കണം. ശുദ്ധ തന്തയ്ക്ക് പുറക്കാത്തവൻ. വോട്ടുകളൊക്കെ തന്നു. ഞാനാണ് 4.5 കോടി രൂപ വീതം എ ക്ലാസ് മണ്ഡലങ്ങളിൽ ചിലവഴിച്ചു എന്നതാണ് ഒന്ന്. അങ്ങനെ ചിലവഴിച്ചു എന്നുള്ളത് കണക്കിൽ മാത്രമാണ്, കയ്യിൽ 5 പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് PC ജോർജ് പറയുന്നത്. ഓരോ ഇടങ്ങളിലും ഈ ചുമതലയുള്ള നേതാക്കൾ അത് മുഴുവൻ അടിച്ചു മാറ്റിയെന്ന ആരോപണം കൂടി ഉന്നയിക്കുകയാണ്. ഇതിപ്പോൾ ഒരു എ ക്ലാസ് മണ്ഡലത്തില് 4.5 കോടി രൂപയാണ് കിട്ടിയത് എന്ന് PC ജോർജിന്റെ പ്രസംഗത്തോടു കൂടി കേരളത്തിന് ബോധ്യമാവുകയും ചെയ്തു. മാത്രവുമല്ല, ഈ PC ജോർജ് മത്സരിച്ച മണ്ഡലം BJP-യുടെ എ ക്ലാസ്സിൽ പെടുന്നതല്ല. പക്ഷെ എന്നിട്ട് കൂടി PC ജോർജിന്റെ ഒരു തലപ്പൊക്കം കൊണ്ടൊക്കെ 4.5 കോടി അവിടെ കിട്ടുകയും ചെയ്തു. മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ 2.5 കോടി കൊടുത്തു എന്നാണ് പറയുന്നത്. ആകെ ഏതാണ്ട് 415 കോടിയോളം രൂപ അങ്ങനെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ തന്നെ കേരളത്തിൽ BJP ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് PC ജോർജ് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ഫണ്ടിന്റെ കണക്ക് ചോദിച്ചു. 4,45,00,000 രൂപ ചിലവഴിച്ചതിന്റെ ഒരു കണക്ക് 3 ദിവസം കഴിഞ്ഞ് കൊണ്ടുതന്നു. ആ കണക്കിൽ പറയുന്ന പല വ്യക്തികളെയും നേരിട്ട് വിളിച്ചു. ഒരാൾക്ക് പോലും പണം കിട്ടിയിട്ടില്ല. അപ്പൊ ദേവന്റെ വാർത്ത എല്ലാവരും കണ്ടായിരിക്കും. ഒപ്പം തന്നെ ഇന്ന് ഉണ്ടായ ഒരു വെളിപ്പെടുത്തലാണ് നമ്മുടെ PC ജോർജിന്റെ. അപ്പൊ PC ജോർജ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പറയുന്നത് BJP-ക്കെതിരെ. ആള് പറയുന്നത് ഈ എ ക്ലാസ് മണ്ഡലമായിട്ടുള്ള പൂനാറിലേക്ക് ഏകദേശം 4.5 കോടിയോളം രൂപ കിട്ടി. അതിൽ 45 ലക്ഷം മാത്രമാണ് ചെലവാക്കിയതിന്റെ രേഖകളുള്ളൂ. ബാക്കി പൈസ എവിടെ പോയി എന്നുള്ളത് PC ജോർജ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഈ BJP നേതൃത്വത്തിന് നാണക്കേടാവെന്നൊക്കെ പറഞ്ഞിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് PC ജോർജ് എന്ന് പറഞ്ഞത് ഒരു സ്റ്റേജിൽ. അത് ആരോ റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടു. അപ്പൊ ഇതില് അതായത് ഒന്ന് ചിന്തിച്ചൊക്കെ ആൾക്കാർ, അതായത് ഒരു എ ക്ലാസ് മണ്ഡലത്തേക്ക് 4.5 കോടിയും അല്ലാത്ത മണ്ഡലങ്ങൾക്ക് 2 കോടിയോളം ഉണ്ടെന്നാണ് വാർത്തകളിൽ പറയുന്നത്. അപ്പോ 400ഓളം കോടിക്ക് മേലെ രൂപ മണ്ഡലങ്ങളും മാത്രം BJP ചെലവാക്കി. അപ്പൊ അല്ലാണ്ട് എത്ര പൈസ ഒഴുക്കിണ്ടാവും ചിന്തിച്ച ആൾക്കാർക്ക് മനസ്സിലായില്ലേ. അതായത് കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത, അതായത് കേരളത്തിൽ വെറും 20% വോട്ടിനേക്കാൾ താഴെ വോട്ടുള്ള ഒരു പാർട്ടി ചെലവാക്കിയ പൈസ കണക്കാണ് ആൾക്കാർ ചിന്തിക്കുക. ഒപ്പം തന്നെ ഇതൊക്കെ കൂട്ടുവാക്കേണ്ട പല കാര്യങ്ങളുണ്ട് വേറെ പറഞ്ഞാൽ മനസ്സിലായി. അതായത് അതിനുള്ളൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ അഖിൽ മാരാർ, കഴിഞ്ഞ ദിവസമല്ല ഒരു മാസം മുമ്പാണ്ട് അഖിൽ മാരാർ 2020 വിട്ടു. ഒപ്പം തന്നെ 2020-ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ BJP-യിൽ നിന്ന് ഒരുപാട് പൈസ, 40 കോടിയോളം രൂപ സാബു MJക്ക് വാങ്ങി. അതിനു വേണ്ടിയാണ് 19 മണ്ഡലങ്ങളിൽ 2020 മത്സരിച്ചത്. അപ്പോൾ അവരുടെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാബുവും അഖിൽ മാരാറും തമ്മിൽ തെറ്റിയ കാര്യം എന്ന് വെച്ചാൽ ഈ കിട്ടിയ ഫണ്ട് സാബു അഖിലിന് കൊടുത്തിട്ടുണ്ടാവില്ല. അതായിരിക്കും അവർ തമ്മിലുള്ള പ്രശ്നം മനസ്സിലായില്ലേ. അപ്പോ അതൊരു കാര്യം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു BJP ഇപ്പോ ബിഗ് ബോസ് ഇന്ന് BJP-ക്ക് വന്ന വേറൊരു ബിംബം. അപ്പോ പുള്ളിക്കാരനെ പറ്റി ഒരുപാട് ഈ കടം വാങ്ങിയ പൈസ കൊടുത്തില്ല അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പൊ അതിനോടനുബന്ധിച്ച് വാർത്തകൾ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ രാധാകൃഷ്ണന്റെ ഒരു വോയിസ് എന്തോ BJP-നെ വിമർശിച്ചിട്ടും, ഒപ്പം തന്നെ BJP-യിൽ പുള്ളിക്കാരൻ പോയത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പറഞ്ഞ ഫിനാൻഷ്യൽ അല്ലാത്ത ഈ പറഞ്ഞ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലാത്ത വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു വോയിസ് പുറത്തു വന്നു പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പോ ഇതൊക്കെ ഒപ്പം തന്നെ നിങ്ങൾ ആലോചിക്കുക, ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ 1-2 അല്ല 5-6 BJP-യിലത്തെ ഫണ്ട് തട്ടിപ്പെന്ന് പറഞ്ഞ ഒരുപാട് വാർത്ത ഇടയ്ക്കിടയ്ക്ക് പല മാധ്യമങ്ങളും നമ്മൾ കണ്ടതായിരിക്കും. ഒരു 25 കോടിയുടെ വാർത്ത ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിലത്തെ BJP കേന്ദ്രത്തേക്ക് അയച്ച ഇമെയിൽ വരെ പുറത്തായിരുന്നു, അതായത് ഫണ്ട് തട്ടിപ്പിനോടനുബന്ധിച്ച്. അപ്പോൾ ഒരുപാട് ഫണ്ട് തട്ടിയിട്ടുണ്ട് കേരളത്തിലത്തെ BJP. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷം CPM ഭരിച്ചപ്പോഴും ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുമ്പോഴായാലും ഒരുപാട് അഴിമതികൾ ഉണ്ടാവും, ഇല്ലാന്നല്ല, കള്ളത്തരങ്ങളുണ്ടാവും അല്ലെങ്കിൽ അഴിമതികളൊക്കെ ഉണ്ടാവും. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അഴിമതി എടുത്ത് കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ. അപ്പൊ പല രാജ്യങ്ങളിലും അഴിമതിക്കുണ്ട്. അതൊക്കെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം, ഇപ്പൊ കേരളത്തിൽ പൊതുവെ BJP വന്ന ഇവിടെ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എല്ലാവരും വിചാരിച്ചിരുന്നത് പറഞ്ഞു മനസ്സിലായില്ല. അതായത് മുസ്ലിം ഹിന്ദു തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കലാപങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ മതവെറി, ഇവർക്ക് ഈ മതം വെച്ചിട്ടുള്ള പ്രശ്നമാണല്ലോ. അപ്പൊ ഈ സെക്യുലർ ഫാബ്രിക് നഷ്ടപ്പെടുന്ന നമ്മളൊക്കെ വിചാരിച്ചിരുന്നു പറഞ്ഞു മനസ്സിലായി. പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നത് മതപരമായ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം ഇവര് അഴിമതിയാണ്. ഇപ്പൊ കുറച്ച് ദിവസത്തെ ഈ BJP-യുടെ ഈ ഫണ്ട് തട്ടിപ്പൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം പൈസ BJP കേരളത്തിൽ ഇറക്കി. അതൊക്കെ ഈ പറഞ്ഞ ഓരോരുത്തരുടെ പോക്കറ്റിലേക്ക് പോയിക്കണം. അതായത് ഈ നേതാക്കന്മാരെന്ന് പറയുന്ന ആൾക്കാരൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം, കണ്ടമാനം പൈസ. ഇപ്പൊ നിങ്ങള് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷന് കോൺഗ്രസിനേക്കാളും CPM-നേക്കാളും കൂടുതൽ ഫണ്ട് ഇറക്കിയേക്കണത് ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഈ BJP-യാണ്.
ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ചെയ്തേക്കുന്നത് BJP ആരും കൂടി ഫണ്ട് ഇറക്കിയിട്ട് പറഞ്ഞ മനസ്സിലായ. ഇതിലെ ഭൂരിഭാഗം വരെ ഉദ്ദേശം വേറെയാണ്. അതായത് കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാണ്ടിരിക്കാൻ എല്ലാവരും നോക്കി. ഇവര് CPM തകർത്തിട്ട് ഹിന്ദു വോട്ടിൽ ഇങ്ങോട്ട് മറിക്കാനാണ് നോക്കി. അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് അതായത് ഏഷ്യാനെറ്റിന്റെ ഈ പണി, ഏഷ്യാനെറ്റിന്റെ അടിപ്പണി പറഞ്ഞ മനസ്സിലായില്ലേ. ഇപ്പോ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലാണ് ഏഷ്യാനെറ്റ്. അപ്പൊ ഏഷ്യാനെറ്റ് നല്ല രീതിക്ക് ഈ BJPനെ വിളിപ്പിക്കും. ഈ ഫണ്ട് തട്ടിപ്പ് വരുമ്പോഴായാലും ഒരുപാട് വിളിപ്പിക്കാൻ ശ്രമിക്കും. അവർക്ക് CPM എന്തെങ്കിലും കിട്ടിയാൽ മാത്രമാണ് പ്രശ്നമുള്ളൂ പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പോ ജനം മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഏഷ്യാനെറ്റ് പോലത്തെ മാധ്യമങ്ങള് അതിപ്പോ വിലക്കെടുക്കേണ്ട ആവശ്യമില്ല BJP കാരണം അത് ഓൾറെഡി BJP-കാരൻ്റെയാ. പക്ഷെ അല്ലാത്ത ഒരുപാട് യൂട്യൂബ് ചാനലുകൾ BJP വിലക്കെടുത്തുണ്ട്. ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് BJPക്ക് വിലക്കെടുത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പറഞ്ഞ മനസ്സിലായില്ല. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ തന്നെ വന്നിരിക്കുന്ന കുറെ രാഷ്ട്രീയ നിരീക്ഷകരുണ്ടാവും, അതായത് CPM വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകർ. ഇവരൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ യൂട്യൂബിൽ പറയുന്ന കാര്യങ്ങളൊക്കെ CPM വിരുദ്ധമായിട്ട് BJP അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് സംശയമുള്ള കാര്യം ഇതൊക്കെ എന്റെ സംശയങ്ങളാ. നിങ്ങളൊന്ന് നിങ്ങളുടെ ബോധം വെച്ച് ചിന്തിച്ചു നോക്കുക. ഇവരൊക്കെ വിലക്ക് വാങ്ങപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും അല്ല, പക്ഷെ ഒരു ഭൂരിഭാഗം ആൾക്കാരും. നിങ്ങൾ ചിന്തിക്കുക, അതായത് 400 കോടി ഒരു ഇലക്ഷൻ ഇറക്കുന്നുണ്ടെങ്കിൽ BJPക്ക് ഒരാൾക്ക് 1 കോടി വെച്ച് കൊടുത്തിട്ട് 10 കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 400 കോടി അല്ലെങ്കിൽ 1000 കോടി ഇറങ്ങുന്ന ഒരു പാർട്ടിക്ക് 2-3 കോടി ഇറക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ ഓരോ ആൾക്കാർക്ക് അവരുടെ ഒരു എന്താ പറയാ ഇമ്പാക്ട് അനുസരിച്ച് ചിലർക്ക് 10 ലക്ഷം ആയിരിക്കും, ചിലർക്ക് 50 ലക്ഷം ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ജനം മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ പൈസ കൊടുത്ത് നിങ്ങൾ നിഷ്പക്ഷരെന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ യഥാർത്ഥത്തിൽ പൈസ കൊടുത്ത് വാങ്ങിയതായിരിക്കാം. പറഞ്ഞ മനസ്സിലായില്ലേ. പല നാടന്മാരും മറു നാടന്മാരും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവർക്ക് രാഷ്ട്രീയ അജണ്ടകൾ ജനം മനസ്സിലാക്കുക. എല്ലാവരും പിന്നില് രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടാവും, ഇല്ലാന്നല്ല. പക്ഷെ ചിലവര് നിഷ്പക്ഷത അഭിനയിച്ചിട്ട് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുക. അത് സാധാരണ ഒരു ജനത്തിന്, അതായത് ഇപ്പൊ സാധാരണക്കാർക്കൊന്നും ഇത് നോക്കിയിരിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ അവര് റാൻഡം ആയിട്ട് കാണുന്നത് വിശ്വസിക്കും. അപ്പൊ അങ്ങനെയുള്ളത് ശ്രദ്ധിക്കുക. പലതരം അഴിമതികൾ നടക്കുന്നുണ്ട്. അപ്പൊ BJPയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു BJP ഇപ്പൊ BJP നടക്കുന്ന സംഭവങ്ങൾ ഇത് ഭൂരിഭാഗം ഇപ്പൊ റിപ്പോർട്ടർ പോലത്തെ അല്ലെങ്കിൽ കൈരളി പോലത്തെ മനോരമ പോലത്തെ മാധ്യമങ്ങളുള്ളതുകൊണ്ട് മാത്രം ഇത് പുറത്തുണ്ട്. ഏഷ്യാനെറ്റ് പോലത്തെ മാത്രം ഈ BJP കൺട്രോൾഡ് മാധ്യമം മാത്രമാണ് കേരളത്തിലുള്ളതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെയാണ്. കേരളത്തിലുള്ളതെന്നുണ്ടെങ്കിൽ ഇതൊന്നും പുറത്തു വരില്ല. സോഷ്യൽ മീഡിയ പിന്നെ സെൻസറിങ് ഉണ്ടല്ലോ. ഇപ്പൊ VD സതീശൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ സെൻസർ ഉണ്ട്. അധികാരം കിട്ടി കഴിഞ്ഞാൽ അവർക്ക് എന്ത് സെൻസർ ചെയ്യാം. അപ്പോ ജനം മനസ്സിലാക്കുക, ഇതാണ് BJPയുടെ ഒരു കളി. അപ്പൊ മതപരമായ പ്രശ്നങ്ങൾ ഒരു വശത്ത്, മറ്റു വശത്ത് അഴിമതി. അതായത് ചിന്തിക്കാൻ പറ്റില്ല. കഴിഞ്ഞ 10 വർഷം പിണറായി കട്ടുമുടിച്ചു ഒരു കാര്യത്തിൽ പറയും. പിണറായി ഒന്നും കട്ടുമുടിച്ച ഒന്നുമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. BJP വയ്ക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോ അമ്പലങ്ങൾ വരെ, രാമക്ഷേത്രത്തിലെ കാര്യങ്ങൾ അറിഞ്ഞു നിങ്ങൾ രാമക്ഷേത്രത്തിലെ പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊക്കെ ചിന്തിക്കുക, കൂട്ടി വായിക്കുക, ബോധം ഉപയോഗിക്കുക.